പ്രിയപ്പെട്ടവരെ, കല്ലു ഷോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാരുടെ പല കുതന്ത്രങ്ങളും സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി അത്ര കണ്ട് ഇന്ന് ഫലിക്കുന്നില്ല. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും അത്ര ശുഭകരമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വട്ടിയൂർക്കാവ് MLA പ്രശാന്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു പെട്ടിയും തൂക്കി MLA ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന രംഗം സത്യത്തിൽ MLAയുടെ അതിബുദ്ധിയിൽ നിന്ന് ഉണ്ടായതാണ്. BJPയെയും ശ്രീലേഖ കൗൺസിലറെയും അപമാനിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പ്രശാന്ത് സ്വയം അപഹാസ്യനാകുന്നതാണ് നാം കണ്ടത്. ഒരു സൗഹൃദ സംഭാഷണത്തിൽ തുടങ്ങിയ വാക്കുകൾ സൗഹൃദത്തോടു കൂടി അവസാനിപ്പിക്കേണ്ട ഒരു വിഷയം മറ്റുള്ളവരെ പുച്ഛത്തോടെ കാണുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ സംഭവം. ശ്രീലേഖ IPSന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ കോർപ്പറേഷൻ അനുവദിച്ച റൂം തനിക്ക് തിരിച്ചു തരണം, എൻ്റെ വീട്ടിൽ സൗകര്യം കുറവാണ്, അതുകൊണ്ട് സാവധാനം തിരിച്ചു തന്നാൽ മതി എന്നാണ് നമുക്ക് ശ്രീലേഖ IPSന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ പിന്നീട് നാം അറിയുന്നു, വളരെ തുച്ഛമായ വാടകയ്ക്കെടുത്ത റൂം, പക്ഷേ MLAയ്ക്ക് അനുവദിച്ചിട്ടുള്ള ഭീമമായ തുക അടിച്ചു മാറ്റുന്ന ഒരു MLA. ഇതിലൂടെ സ്വന്തം പോസ്റ്റിലേക്ക് ഗോളടിച്ചുകൊണ്ട് സ്വയം അപഹാസ്യനായി മാറിയിരിക്കുകയാണ് പ്രശാന്ത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേടിയ വലിയ വിജയം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതിൽ നിന്നും ഉടലെടുത്ത വക്രബുദ്ധി രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടിയത്. തൃശ്ശൂർ BJP വിജയിച്ചപ്പോൾ നാം അത് കണ്ടതാണ്. സുരേഷ് ഗോപി മാതാവിന് കൊടുത്തിട്ടുള്ള സ്വർണ്ണമാല അത് ചെമ്പാണെന്ന് പ്രചരിപ്പിച്ചു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. അവസാനം BJP വിജയിച്ചത് കള്ളവോട്ടിലൂടെയാണ് എന്നുള്ള പ്രചരണങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു ഗീബൽസ്യൻ തന്ത്രം, ഒരു കളവ് 1000 തവണ പറഞ്ഞ് അത് സത്യമാക്കുക എന്ന തന്ത്രമാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ കേരളത്തിൽ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ആ പരിപ്പ് ഇനി ഈ കേരളത്തിൽ വിലപ്പോകില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി ഗുഡ് ബൈ.